ഹലോ എവരിവൺ. ഇനി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കാർബണൽ കോമ്പൗണ്ട്സിലെ അഡീഷൻ ഓഫ് കാർബണൽ കോമ്പൗണ്ട്സിലെ അഡീഷൻ റിയാക്ഷൻസ് ആണ് കാണിക്കുന്ന ലിസ്റ്റ്. അതായത് അഡീഷൻ ഉദ്ദേശിക്കുന്നത് സി ഡബിൾ ബോണ്ട് പോലെ ആഡ് ചെയ്യപ്പെടുക. ഫസ്റ്റ് ഒന്നാമത്തെ എടുക്കാം. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ സയനൈഡ്. ഹൈഡ്രജൻ സയനൈഡ് HCN. എച്ച് എവിടെ H+CN. അപ്പോൾ H+ എവിടത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് H+ എല്ലാം എവിടത്തേക്ക് പോകും, ഓക്സിജൻ അടുത്തേക്ക് പോകും. H+ ഇവിടെ വരും, അതേപോലെ CN ഇവിടെയും വരും. അപ്പോൾ അങ്ങനെയാണ് ദാറ്റ് ഈസ് കോൾഡ് സൈനോഹൈഡ്രിൻ. അപ്പോൾ അഡീഷൻ ഓഫ് ദി ആൽഡിഹൈഡ്സ് കാർബണൽ കോമ്പൗണ്ട്സിൽ ഹൈഡ്രജൻ സയനൈഡ് റിയാക്ട് ചെയ്തെന്നുണ്ടാകുന്ന സൈനോഹൈഡ്രിൻ. ഓക്കെ, അഡീഷൻ റിയാക്ഷൻ. അതേപോലെ തന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് സോഡിയം ബൈസൾഫേറ്റ് ആഡ് ചെയ്താൽ പിന്നെ എന്താ പറയുക, the OH, അതായത് H is added to the OH and sulfate SO3- is added to the carbon and the bisulfite addition product is formed. Okay. പിന്നെ ഈ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പിന്നെ ആൽക്കഹോൾസിൻ്റെ സ്ഥലത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയാം. ഗ്രിഗ്നാർഡ് റിയേജൻ്റ് പിന്നെ അസറ്റാൽഡിഹൈഡിലാണെങ്കിൽ എന്തുണ്ടാകുന്നു, അല്ലെങ്കിൽ ഫോർമാൽഡിഹൈഡിൽ എന്തുണ്ടാകുന്നു, ഫോർമാൽഡിഹൈഡിൽ പ്രൈമറി ആൽക്കഹോൾസ് ഉണ്ടാകുന്നു, മറ്റേ കേസിൽ സെക്കൻഡറി ആൽക്കഹോൾ ഉണ്ടാകുന്നു. കീറ്റോൺസിൽ ടെർഷ്യറി ആൽക്കഹോൾസ് ഉണ്ടാകുന്നു. അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തെന്ന് അവിടെ ഒന്നുകൂടെ നോക്കാം. പിന്നെ റിയാക്ഷൻസ് ഓഫ് ആൽക്കഹോൾസ് കാർബണൽ കോമ്പൗണ്ട്സിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഹെമി അസറ്റാൾ ഈസ് ഫോംഡ്. എവിടെ നിന്നാണ് സംഭവിക്കുന്നത് വെച്ചാൽ CO, ആൽക്കഹോളിൻ്റെ OR, ഇവിടെ R ആഡ് ചെയ്യപ്പെടുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു, ഹെമിയസ് OR ഇവിടെ ഉണ്ടാകുന്നു H. That is called സെമി അസറ്റാൾ. ഇവിടെ സ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ടാണ് ഡൗട്ട് വരുന്നുണ്ട്. ROR പിന്നെ OH പിന്നെ ഇവിടെയുള്ള ഫങ്ഷൻ ഇവിടെ ഇവിടെ CH3 എന്നാണ് ചിലത്. ഓക്കെ, ഇതാണ് ഹെമി അസറ്റാൾ എന്നുണ്ട്. ദിസ് ഈസ് കോൾഡ് ഹെമി അസറ്റാൾ, ഫൈനലി കൺവേർട്ടഡ് ടു അസറ്റാൾ. ഓക്കെ, സോ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ സ്ലൈഡ്സിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് അസറ്റോണിൽ HCN ആഡ് ചെയ്താലെന്ന് ശ്രമിക്കുക. നിങ്ങൾക്കറിയാലോ, HCN ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാകുന്നു, സൈനോഹൈഡ്രിൻ ഉണ്ടാകുന്നു. H ഇവിടെ പോകുന്നു, CN ഇവിടെ വരുന്നു. അതാണ് സൈനോഹൈഡ്രിൻ. ഇനി സൈനൻ കോമ്പൗണ്ടിനെ ഹൈഡ്രോളിസിസ് ചെയ്താൽ ഇറ്റ് ഈസ് കൺവേർട്ടിങ് ടു കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കാം. അപ്പോൾ A എന്ന് പറയുന്നത് സൈനോഹൈഡ്രിൻ ആണ്. ഓക്കെ, ഇവിടെ OH ഇവിടെ ആഡ് ചെയ്തു, പിന്നെ CN ഇവിടെ. ഇനി B, ഇത് HCl ഇതെന്തായാലും കൺവേർട്ട് ആയിട്ട് മാറുന്നു, കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറുന്നു. ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് ഈസ് ദി റിയാക്ഷൻ. ഇനി അടുത്തതാണ് നിങ്ങളുടെ സിലബസ് മെൻഷൻ ചെയ്തിരിക്കുന്ന റിയാക്ഷൻസ് ഓഫ് കാർബണൈൽ കോമ്പൗണ്ട് വിത്ത് അമോണിയ ഡെറിവേറ്റീവ്സ്. അമോണിയ ഡെറിവേറ്റീവ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാത്തിൻ്റെയും ഒരു കാർബണൈൽ കോമ്പൗണ്ട് ഇവിടെ അമോണിയ ആഡ് ചെയ്തപ്പെടുത്ത, അതായത് NH2R, അതാണ് അമോണിയ ഡെറിവേറ്റീവ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ H-ഉം ഒരു കണ്ടൻസ് നടക്കുന്നത്, അഥവാ വാട്ടർ റിമൂവ് ചെയ്തിട്ട് C+NR എന്നുള്ളതാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇപ്പം സ്ലൈഡ്സിൽ വരുന്നത്. ശ്രദ്ധിച്ചാൽ എനിക്ക് മനസ്സിലാകും. ഓക്കെ, സോ ലെറ്റ് us see. Aldehyde and ketones react with a number of NH3 derivatives such as hydroxylamine. എന്താ ഈ ഹൈഡ്രോക്സിലമീൻ എന്ന് പറഞ്ഞാൽ? ഞാനത് ഹൈഡ്രോക്സിലമീൻ. അപ്പം NH3 ആണല്ലോ അമോണിയ. ഓക്കെ, ഇതിൽ ഒരു
അല്ലെങ്കിൽ ഇതിൽ ഒരു എച്ച് പോയിട്ട് ഒ എച്ച് ആഡ് ചെയ്താണെങ്കിൽ പിന്നെ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള റിയാക്ഷൻ പറഞ്ഞതാണ്. അതായത് ആൽഡിഹൈഡ് ഈസ് റിയാക്റ്റീവ് വിത്ത് ഇവിടെ എന്ത് ചെയ്യുന്നു, H2 ഓയും റിയാക്ട് ചെയ്തിട്ട് എന്താകുന്നു, G ആൻഡ് H2O. ദിസ് കണ്ടൻസേഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ്. അപ്പോൾ ഇങ്ങനെയുള്ള റിയാക്ഷനാണ് എന്ത് ചെയ്യുന്നത്, അമോണിയ ഡെറിവേറ്റീവ്സിലെ ജനറൽ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഹൈഡ്രോക്സിലമീൻ, ഹൈഡ്രസിൻ, സെമി കാർബിസൈഡ് നോക്കാം. ദിസ് ഈസ് ഹൈഡ്രോക്സിലമീൻ. ഓക്കെ, ഹൈഡ്രോക്സിലമീൻ ഹൈഡ്രോക്സിലമീൻ NH3 OH. അത് ഹൈഡ്രോക്സിലമീൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞുതരാം. NH3 അല്ലേ. ഇതിലൊരു എച്ച് പോയിട്ട് OH ഉണ്ടാകും. അപ്പോൾ എന്താകുന്നു, ഹൈഡ്രോക്സിലമീൻ ആകുന്നു. ഇവിടെ ഒരു എച്ച് പോയിട്ട് NH2 തന്നെ ഉണ്ടാണെങ്കിൽ അതെന്താകുന്നു, ഹൈഡ്രസീൻ ആയിട്ട്. ദാറ്റ് ഈസ് കോൾഡ് ഹൈഡ്രസീൻ. ഓക്കെ, ഫീനൈൽ ഹൈഡ്രസീനാണ്. ഈ ഒരു എച്ച് കൂടെ ഫീനൈൽ ഗ്രൂപ്പ് ആയിട്ട് ഫീനൈൽ ഹൈഡ്രസീൻ ആക്കുന്നു. സെമി കാർബിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, NHCONH. അതായത് ഇത് ഈ ഹൈഡ്രോക്സിലമീനിലെ NHCO NH2 ഉണ്ടാകുന്നത്. ഇതാണ് സെമി കാർബിസൈഡ്. അപ്പോൾ അഥവാ ചുരുക്കി പറഞ്ഞാൽ ആൽഡിഹൈഡ് RC≡O ഹൈഡ്രോക്സിലമീനുമായിട്ട് റിയാക്ട് ചെയ്താൽ ഓക്സിൻ ഉണ്ടാക്കുന്നു. ഓക്കെ, ഇതെല്ലാം കൃത്യമായിട്ട് സെപ്പറേറ്റ് നോട്ടിൽ എഴുതണേ, എന്നാലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. ഹൈഡ്രോക്സിലമീനുമായിട്ട് ഹൈഡ്രസീനായിട്ട് റിയാക്ട് ചെയ്താൽ ഹൈഡ്രസോൺ ഉണ്ടാകുന്നു. എന്നാണ് ഹൈഡ്രസോൺ. ഇനി ഫിനൈൽ ഹൈഡ്രസീനായിട്ട് റിയാക്ട് ചെയ്താലോ ഫിനൈൽ ഹൈഡ്രസോൺ ഉണ്ടാകുന്നു. നിങ്ങളെല്ലാവരും RC അല്ലെങ്കിൽ ഇങ്ങനെ മാത്രം എഴുതിയാൽ മതി. RCO എഴുതലാണ്. ഈ ഓരോന്നിൻ്റെയും ഓക്സിൻ ഉണ്ടാകുന്നത് നിങ്ങൾ നോട്ടിൽ എഴുതണം കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ ഹൈഡ്രസീൻ ഉണ്ടാകുന്നത് നിങ്ങൾ നോട്ടിൽ എഴുതുക. അതേപോലെ ഫിനൈൽ ഹൈഡ്രസോൺ ഉണ്ടാക്കുന്നതും അതുപോലെ സെമി കാർബിസൈഡ് ഇത് മെൻഷൻ ചെയ്തിട്ടില്ല, ഏതായാലും അതും കൂടെ ആഡ് ചെയ്ത് നോട്ടെ. ഓക്കെ, സെയിം. അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി റിയാക്ഷൻ വിത്ത് അമീൻ ഡെറിവേറ്റീവ്സ്. ഓക്കെ, ഇനി അടുത്ത ഒരു നെയിം റിയാക്ഷനാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നെയിം റിയാക്ഷനാണ് കാനിസെറോ റിയാക്ഷൻ. ഇതാണ് കാനിസെറോ റിയാക്ഷൻ. റിയാക്ഷൻ ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ മോളിക്യൂൾസ് തന്നെ, രണ്ടും സെയിം RCOH. ഓക്കെ, വിച്ച് ഡു നോട്ട് കണ്ടെയ്ൻ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത aldehyde undergo oxidation to carboxylic acid. One undergo oxidation and another undergo reduction. Well, you know that aldehyde പിന്നെ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ് ഉണ്ടാകുന്നു. അതേപോലെ റിഡക്ഷൻ നടന്നാൽ എന്ത് ചെയ്യുന്നു, പ്രൈമറി ആൽക്കഹോൾ ഉണ്ടാകുന്നു. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് കാനിസെറോ റിയാക്ഷൻ. അതിൻ്റെ ഒരു മെക്കാനിസമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു ബേസ് ശ്രദ്ധിച്ച് വയ്ക്കാം. കാനിസെറോ റിയാക്ഷൻ എന്നാണ് the disproportionation of two molecules which do not contain alpha hydrogen with the base form. One undergo oxidation, give the carboxylic acid, and other undergo reduction to primary alcohol. This is called what? Aldehyde, which contain another reaction involving aldehyde which do not contain alpha hydrogen undergo one undergo oxidation and another one reduction. This is called. അപ്പോൾ അതിൻ്റെ മെക്കാനിസം ആണ് പറയുന്നത്. അപ്പോൾ RCOH ഇതിൽ നിന്ന് OH ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പിന്നെ ഇൻ്റർമീഡിയറ്റ്സ് അത് ഉണ്ടാകുന്നു. അതിനെന്ത് ചെയ്യുന്നു, ഒരു H എടുത്തു കഴിഞ്ഞാൽ O മൈനസ് ഈ ബേസ് എന്ത് ചെയ്യുന്നു, ഒരു H കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇൻ്റർമീഡിയറ്റ് ഉണ്ടാകുന്നു.
ഇതെന്ത് ചെയ്യുന്നു? അപ്പോൾ അല്ലെങ്കിൽ ഈ ഇതിന് ഇത് കേട്ടോ എച്ച് ഇവിടെ ആഡ് ചെയ്യപ്പെടുന്നു. എച്ച് പ്ലസ് അതിലുണ്ടാവും സൊല്യൂഷൻ. അപ്പോൾ എച്ച് പ്ലസ് ആഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ദിസ് ഈസ് അണ്ടർഗോയിങ് ഹിയർ ആൻഡ് ദിസ് ഈസ് കമ്മിങ് ഹിയർ. അത് ഈസ് കൺവേർട്ടിങ് ടു കാർബോക്സിലിക് ആസിഡ് ആൻഡ് another is converting into alkoxide. Alkoxide is strong base. It will take hydrogen from here. That is consequent carboxylate alcohol ഉണ്ടാകുന്നു. This is the mechanism of the Cannizzaro reaction. Important ആണ് കേട്ടോ. So I'll continue. ഇതെല്ലാം നോട്ടിലേക്ക് എഴുതാം. കൃത്യമായിട്ട് ഓരോ കാര്യം പറഞ്ഞതുപോലെ ചെയ്യാം. ഓക്കെ.